ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് ഒക്കെ പ്രമാണിച്ച് ഞാനിപ്പോൾ രാവിലെ എഴുന്നേക്കാറുണ്ട്. അതിനുശേഷം മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ചില മെഡിറ്റേഷൻ ഒക്കെ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്നില്ല, ഇടയ്ക്കൊക്കെ മിസ് ആവാറുണ്ട്. എങ്കിലും ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ചെയ്യുന്നില്ലെങ്കിലും മാക്സിമം എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓരോന്നായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് നല്ല ഒരു ഗുഡ് ലൈഫ് തന്നെ അച്ചീവ് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും എൻ്റെ ബെഡ്റൂം മിക്കുള്ള ദിവസവും നൈറ്റ് ആകുമ്പോഴത്തേക്കും വീണ്ടും അങ്ങ് ആകെ അലങ്കോലമാവാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഒരു ബേസിക് നേച്ചർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്ലീനിങ് മസ്റ്റ് ആണ്. ക്ലീൻ ചെയ്യാതെ എനിക്ക് പഠിക്കാനോ ഒന്നിനും പറ്റത്തില്ല. സോ എനിക്കത് ഡെയിലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങളും മാക്സിമം ക്ലീൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാൻ നോക്കണം. കാരണം അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അല്ലേ. സോ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മെയിൻ തിങ് ആയിട്ട് തന്നെ എടുക്കാം. നമ്മുടെ വീടും ചുറ്റുപാടും നമ്മൾ പഠിക്കുന്ന റൂമും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എൻ്റെ ഒരു ദിവസത്തെ കുറച്ചധികം സമയവും ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാത്രി തന്നെ ചെയ്തു വെച്ചാൽ രാവിലെ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങാം. എനിക്കിപ്പോൾ നല്ല രാത്രി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മിക്കപ്പോഴും രാത്രി ചെയ്യാറുണ്ട്. ചില ദിവസം പറ്റാത്തതിൻ്റെ ഒന്ന് രാവിലെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് ആണല്ലേ. അതിലിപ്പോൾ ഇതാ ഒരു മാസം കഴിയാറായി. ഞാൻ വളരെ ഇടയ്ക്ക് 2-3 വീഡിയോസ് മാത്രമേ ഇട്ടുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അതിനിടയിലും കൂടി ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് പോയത് കേട്ടോ. കുറച്ച് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടായപ്പോൾ ഹോസ്പിറ്റലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതും ഇതും കൂടി ബാലൻസ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഏകദേശം അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. എങ്കിലും അതിനിടയ്ക്കൂടി ഞാൻ ഇതും എന്തായാലും 2026 ആകുമ്പോഴത്തേക്കും ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാക്സിമം അഡാപ്റ്റ് ആവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു 60 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും ഇത് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഡിസംബർ 1 മുതൽ നമുക്ക് 30 ഡേയ്സ് ചലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുതൽ ഒരു 2 ദിവസം മുന്നേ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്ക് ഈ ഒരു 2026 വരവേൽക്കുന്നതിന് മുന്നേ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2024 നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, 2025 നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, 2026 എന്നിട്ടും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇനി കയ്യിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സോ നാളെ ആവട്ടെ എന്ന് മാറ്റി വെക്കല്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാതെ ഈ വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എന്നോടും കൂടി തന്നെയാണ് ഈ പറയുന്നത്. കാരണം എനിക്കും കുറച്ച് അബദ്ധങ്ങൾ പറ്റി. പക്ഷെ ഈ വർഷം ഞാൻ എന്തായാലും ഒരു ജോലി നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ വർഷം അവസാനം നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറിയിരിക്കും. അത് ഷുവറാണ്. അതോടൊപ്പം നിങ്ങളും ഒപ്പം വന്ന് കമന്റ് ചെയ്യുക, നിങ്ങളും ഏതെങ്കിലും ഒക്കെ ലിസ്റ്റിലുണ്ടെന്നല്ലേ. അപ്പോൾ ഡേയ്സ് ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ പഠിക്കാനിരുന്നതും അതൊക്കെ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഞാൻ TV കണ്ടു, ഫുഡ് കഴിച്ചു, ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിച്ചു. എന്നാൽ നോൺ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇടയ്ക്ക് കഴിക്കേണ്ടി വന്നു. കാരണം ചെറിയ ക്രേവിങ്സ് ഒക്കെ. എന്നാലും പതിയെ അതെല്ലാം മാറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 2026 ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇയർ ആക്കി മാറ്റണം. 2026 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം. നമ്മുടെ സെൽഫ് ഗ്രോത്ത് അതിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കുക. അതാണ് ഈ 2026 നിങ്ങളുടെ ഗോൾ. നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയ ഒരുപാട് പേരുണ്ടാവും. നിങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.